ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ 253ാമത്തെ ചിത്രം വന്നു കഴിഞ്ഞു. പ്രേമം എന്ന സിനിമയ്ക്ക് ശേഷം അനുപമ പരമേശ്വരൻ എന്ന് പറയുന്ന നടിയുടെ മറ്റൊരു പെർഫോമൻസും ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ ആ വിവാദങ്ങളൊന്നും ഈ പേരുമായിട്ട് നമുക്ക് സിനിമ കാണുമ്പോൾ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തിനായിരുന്നു ഈ വിവാദങ്ങളൊക്കെ എന്ന് നമുക്ക് തോന്നിപ്പോകും ഈ സിനിമ കാണുമ്പോൾ. ശരിക്കും കോടതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് നീതി കിട്ടുന്ന അല്ലെങ്കിൽ സത്യം ജയിക്കുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ അവിടെ തെളിവുകളാണോ അവിടെ ജയിക്കുന്നത്? അതിന് ഉത്തരമാണ് ഈ സിനിമ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടേതല്ലാത്ത കാരണം, ഇപ്പൊ നിങ്ങളൊരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടി, ഞാൻ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്, എന്നിട്ട് ഞാൻ ഗർഭിണിയാവുകയാണ്. പക്ഷെ ഞാൻ ഗർഭിണി ആയി കഴിഞ്ഞാല് ആ കുട്ടിയെ എനിക്ക് താല്പര്യമില്ല കളയാനായിട്ട്, കാരണം അതൊരു ജീവനാണ്. പക്ഷെ അതിനെ വളർത്താനും എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു പ്രത്യേകമായ പരിതസ്ഥിതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും? അതിന് ഉത്തരമാണ് ഈ സിനിമ നമുക്ക് പറയുന്നത്. ഇതിൽ എന്ന് വെച്ചാൽ ഒരു IT പ്രൊഫഷണലായ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്. ആ പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി വരുന്നത്. യഥാർത്ഥത്തിൽ ആ പ്രതികൾ തന്നെയാണോ കുറ്റക്കാര്, അല്ലെങ്കിൽ മറ്റു പ്രതികൾ ഉണ്ടോ എന്നതാണ് ചിത്രം പറയുന്നത്. അതിന്റെ കഥ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോയിലായി പോറും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കഥ പറയുന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു കോർ കഥാതന്തു എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൽ കോടതിയുടെ രംഗങ്ങൾ, സുരേഷ് ഗോപി അഭിനയിച്ച കോടതിയിലെ രംഗങ്ങൾ, അതെല്ലാം അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ കോടതിക്ക് പുറത്തുള്ള സുരേഷ് ഗോപിയുടെ ആ രംഗങ്ങൾ എനിക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹൈക്കോടതിയിൽ ചില ക്രോസ് വിസ്താരങ്ങളുണ്ട്, വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട 3 കഥാപാത്രം. ഒന്ന് ഹൈക്കോടതി ജഡ്ജിയായി വന്ന ഒരു മാഡം, അതുകൂടാതെ ശ്രുതി രാമേന്ദ്രൻ ഇതിൽ അഭിനയിക്കുന്ന ഒരു ഗർഭിണിയുടെ റോളാണ്. മറ്റൊരു സൈഡിൽ എന്ന് വെച്ചാൽ പ്രതിയായിട്ടുള്ള ഗർഭിണിയായ സ്ത്രീയാണ്. അപ്പൊ ഇവര് 3 പേരുടെയും ആ പെർഫോമൻസ് വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു 1 ടൈം വാച്ചബിൾ ആണ്. ഈ സിനിമ ഒരു മോശമാണെന്ന് പറയാൻ സാധിക്കില്ല. എങ്കിൽ വളരെ അതിമനോഹരമായ വളരെ നല്ല സിനിമ എന്നും പറയാം. ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമ. പക്ഷെ ഈ സിനിമ ചിലർക്ക്, രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന ചിലർക്ക് ഇഷ്ടപ്പെടാനായിട്ട് സാധ്യത കുറവുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ചില വാക്കുകളും ചില സംഭാഷണങ്ങളും ഇതിലുണ്ട്. കാരണം മഞ്ഞക്കുറ്റി, കോർപ്പറേറ്റ് ഇഷ്യൂസ്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ആ വിഭാഗം ആളുകൾക്ക്, രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കാം.